തിരുവനന്തപുരം കള്ളിക്കാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ സ്ഫോടനത്തിൽ ഒരാൾക്ക് പരുക്ക്. ക്ഷേത്ര പരിസരത്ത് ഇന്ന് രാവിലെയാണ് സ്ഫോടനമുണ്ടായത്. ക്ഷേത്രത്തിനടുത്ത് പഴയ സാധനങ്ങൾ കത്തിക്കുന്നതിനിടെയാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതായി വിവരമുള്ളത്. വിവരങ്ങൾ ലിസ്ന സുരേഷ് നൽകും. ലിസ്ന, എന്താണ് ഉണ്ടായത്? ക്ഷേത്ര ഭരണസമിതി എന്തു പറയുന്നു? ലിസ്ന, കേൾക്കാമെങ്കിൽ എന്താണ് സംഭവം? കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ക്ഷേത്രത്തിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കള്ളിക്കാട് ഭദ്രകാളി ക്ഷേത്ര പരിസരത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. ക്ഷേത്രത്തിനടുത്ത് പഴയ സാധനങ്ങൾ ഒതുക്കി കത്തിക്കുന്നതിനിടെ അവയിൽ കിടന്നിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതായാണ് പ്രാഥമിക നിഗമനത്തിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ അടുത്ത്, അതായത് കാട് വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികൾക്കാണ് ഇത്തരത്തിലൊരു പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 2 തൊഴിലാളികൾക്കാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. അതിൽ 2 തൊഴിലാളികൾക്കാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത്. അതിലൊരാൾ സുരേഷ് എന്ന വ്യക്തിയാണ്. ആളുടെ പരിക്ക് ഗുരുതരമല്ല എന്നൊരു റിപ്പോർട്ടാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഉടൻ തന്നെ ഈ സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വെടിപ്പുരയോട് ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അപ്പോൾ ഈ വെടിയുടെയോ മറ്റോ അവശിഷ്ടങ്ങൾ, ഈ പടക്ക നിർമ്മാണം അല്ലെങ്കിൽ പടക്കത്തിൻ്റെയോ മറ്റു അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിച്ചതാവാം എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കൃഷ്ണരാജ്, ശരി. കള്ളിക്കാട് ക്ഷേത്രത്തിലാണ് സംഭവം. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതാകട്ടെ ഈ ഉപേക്ഷിക്കപ്പെട്ട സാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവാകുന്നതേയുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു ലിസ്ന സുരേഷ്.